ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന ചാപ്റ്ററാണ് ദ കിസ്സിങ് ഹാൻഡ്. ഈ ഒരു പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗസ്സിങ് ഗെയിമാണ്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആഡ് ദം ഔട്ട്. അതായത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഒരു വേർഡ് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് വേർഡ് ദേ വിൽ ബി ദി വിന്നേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ, ഈ വേർഡ് ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരാണ് വിജയി. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദി വേർഡ്, നിങ്ങളുടെ കൂട്ടുകാർ ഈ ഒരു വേർഡ് കണ്ടെത്തുന്നതിൽ തോറ്റുപോയാൽ യു വിൽ ബി ദി വിന്നർ. നിങ്ങളായിരിക്കും ഈ ഒരു ഗെയിമിലത്തെ വിന്നർ. ഈ ഒരു ഗെയിം നിങ്ങൾ പല ഫിലിം നെയിംസും മറ്റു വേർഡ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ കളിച്ചിട്ടുള്ളതായിരിക്കും. സോ അതുപോലെ ഒരു ഗെയിമാണ് ഇത്. നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദി സ്റ്റോറി ഹാവൻ യു. നിങ്ങൾ ഈ കഥ വായിക്കുന്നത് എൻജോയ് ചെയ്തോ, ആസ്വദിച്ചോ? യെസ്, നല്ലൊരു കഥയായിരുന്നു അല്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഈ ഒരു കഥയിൽ ചെസ്റ്റർ റാക്കൂന് വ്യത്യസ്ത ഇമോഷൻസ്, വ്യത്യസ്ത ഫീലിങ്സ് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. അവൻ്റെ കുറച്ച് ഫീലിങ്സ്, തോന്നലുകൾ താഴെ കോളം എയിൽ നൽകിയിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദി സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. കോളം ബിയിൽ നിങ്ങൾക്ക് ഇമോജി നൽകിയിട്ടുണ്ട്. സോ ഇതിന് യോജിച്ചത് ഇമോജി ഏതാണോ എന്ന് നിങ്ങൾ യോജിപ്പിച്ചെടുക്കാനും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേബിളിൽ നോക്കുക. കോളം എയിൽ ചെസ്റ്ററിൻ്റെ ഫീലിങ്സ് ആണ് നൽകിയിട്ടുള്ളത്. കോളം ബിയിൽ ഇമോജിയാണ്. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അവന് പുതിയ കൂട്ടുകാർ ലഭിച്ചപ്പോൾ. സന്തോഷമാണ് അല്ലേ? പുതിയ കൂട്ടുകാരെ ലഭിച്ചപ്പോൾ സന്തോഷമാണ്. ഇവിടെ ഹാപ്പി ഫേസ് വരുന്നത് സെക്കൻഡ് വൺ ആണ്. സോ നിങ്ങൾ അവിടെ രണ്ടാമത്തെ ഇമോജിയിലേക്കാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പുതിയ കൂട്ടുകാരോടും ടീച്ചേഴ്സുള്ള ഒരു പേടി, ഫിയർ, ഭയം. ഏതാണ് ഭയത്തിൻ്റെ, ഫിയറിൻ്റെ ഇമോജി വരുന്നത്? ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റിലേക്ക് മാച്ച് ചെയ്യുക. തേർഡ് വൺ വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ അവനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചപ്പോൾ. സങ്കടമാണ് അല്ലേ? ലാസ്റ്റ് ഇമോജിയാണ്. ഇനി വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ കിസ് കിട്ടിയപ്പോൾ. അപ്പോൾ അവനൊരു സന്തോഷമാണ്, പ്ലസ് എന്താണ്, ഒരു സ്നേഹമാണല്ലേ? അവിടെ ഒരു ലവ് ആണ്. സോ നിങ്ങൾ അവിടെ ലവ് ഉള്ള ഇമോജി നോക്കിക്കേ. സ്നേഹമുള്ള ഇമോജി തേർഡ് വൺ ആണ്. അതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, ഒരു കഷ്ണം പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ കിസ്സിങ് ഹാൻഡ് ആക്കാനാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കൈ എടുക്കുക, പേപ്പറിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് കൈയുടെ രേഖ വരയ്ക്കുക. കൈ വെച്ചിട്ട് നമ്മുടെ കൈ ഇങ്ങനെ അടയാളപ്പെടുത്തി വരയ്ക്കുക പേപ്പറിൽ. Add a special message on them to show the love and support of your beloved ones. എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ലവും സ്നേഹവും സപ്പോർട്ടും പിന്തുണയും ഒക്കെ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് അതിലെഴുതുക. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. അത് കൂടുതൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട് കളർ ചെയ്യുക അല്ലെങ്കിൽ പെയിൻറ്റ് കൊടുക്കുക. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഒരു എക്സിബിഷൻ നടത്തുക. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഇംപ്രിൻറ്റ്സ് പതിപ്പ് വെച്ചിട്ട് ഒരു പ്രദർശനം നടത്താനാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. മൈ മദേഴ്സ് ലവ് ഈസ് ഓൾവേസ് വിത്ത് മീ എന്ന മെസ്സേജാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. സം ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. കഥയിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷെ അത് തെറ്റായ ഓർഡറിലാണ് നൽകിയിട്ടുള്ളത്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി. നിങ്ങളത് നേരായ രീതിക്ക് അറേഞ്ച് ചെയ്യുക. ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. എന്നിട്ട് താഴെ നൽകിയിട്ടുള്ള സ്പേസിലേക്ക് മാറ്റി എഴുതാനാണ്. നമുക്ക് ഈ തന്നിട്ടുള്ള 5 സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്.
മിസ് റാക്കൂൺ പറഞ്ഞു, ഞാൻ നിനക്കൊരു അത്ഭുതകരമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു രഹസ്യം പറഞ്ഞു തരാമെന്ന്. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അമ്മയുടെ കൈ എടുത്തിട്ട് അതിൻ്റെ ഉള്ളം കൈയിൽ കിസ് ചെയ്തു. മൂന്നാമത്തത്, ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അമ്മയോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകേണ്ട അവന് സ്കൂളിൽ പോകേണ്ട എന്ന്. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ നോക്കി നിൽക്കെ ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോയി. മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂണ് ചെസ്റ്ററിൻ്റെ ഉള്ളം കൈയിൽ ഉമ്മ വെച്ചു. സോ കഥ കേട്ടവർക്ക് ഇത് ഓർഡറിൽ എഴുതാൻ കഴിയും അല്ലേ? ഫസ്റ്റത്തെ ഭാഗത്തിൽ പറയുന്നത് ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ മടിയാണ്, സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്ന കാര്യമാണ് അല്ലേ? സോ ആദ്യം വരുന്നത് മൂന്നാമത്തെ പോയിൻ്റാണ്. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു അവന് സ്കൂളിൽ പോകേണ്ട എന്ന്. അടുത്തത് ഒന്നാമത്തേതാണ് വരുന്നത്. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഞാനൊരു വണ്ടർഫുൾ സീക്രട്ട് പറഞ്ഞു തരാമെന്ന് മിസ് റാക്കൂൺ പറഞ്ഞു. എന്നിട്ട് തേർഡ് പോയിന്റ് വരുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്. അതായത് മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ഉള്ളം കൈയിൽ കിസ് ചെയ്തു. നാലാമത്തേത് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്ററും അവൻ്റെ അമ്മയുടെ കൈയെടുത്ത് ഉള്ളം കൈയിൽ ഉമ്മ വെച്ചു. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ചെസ്റ്റർ ഡാൻസ് ഒക്കെ കളിച്ച് സ്കൂളിലേക്ക് പോകുന്നതാണ് അല്ലേ? ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അമ്മ നോക്കി നിൽക്കെ ചെസ്റ്റർ ഡാൻസ് ഒക്കെ ചെയ്ത് സ്കൂളിലേക്ക് പോയി. സോ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തെറ്റിപ്പോകാതെ താഴെ തന്നിട്ടുള്ള ഈ ഒരു സ്പേസിലേക്ക് എഴുതി കൊടുക്കുക. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ചെസ്റ്റർ റാക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂണിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ഹിസ് മദർ കമ്പൽസ് ഹിം. അവൻ്റെ അമ്മ അവനിങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഹിയർ ഈസ് ദ പാർട്ട് ഓഫ് ദി കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. ഇവിടെ അവർ തമ്മിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന കോൺവെർസേഷൻ, സംഭാഷണത്തിൻ്റെ തുടക്കം നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് റോൾ പ്ലേ ചെയ്ത് അഭിനയിച്ച് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് തന്നിട്ടുള്ളത്. ചെസ്റ്റർ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകേണ്ട. അപ്പോൾ അമ്മ എന്താണ് പറയുക? നെക്സ്റ്റ് സംഭാഷണം നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. സോ നമുക്ക് സംഭാഷണം എഴുതാം. ഫസ്റ്റ് ലൈൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ചെസ്റ്റർ പറയുകയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകേണ്ട. മദർ എന്താണ് പറയുന്നത്? വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ ചെസ്റ്റർ? ചെസ്റ്റർ എന്തുകൊണ്ടാണ് നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത്? ചെസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കണം, നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം. മദർ, ബട്ട് സ്കൂൾ ഈസ് എ ഗുഡ് പ്ലേസ് ഡിയർ. പക്ഷേ സ്കൂളിൽ നല്ലൊരു സ്ഥലമാണ്. നെക്സ്റ്റ് ചെസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. എനിക്ക് കൂട്ടുകാരോടും എൻ്റെ കളിപ്പാട്ടങ്ങളും ഒത്ത് കളിക്കണം. മദർ പറയാണ്, യു ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ അറ്റ് സ്കൂൾ ടു. നിനക്ക് പുതിയ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കി സ്കൂളിലും കളിക്കാം. ചെസ്റ്റർ പറയാണ്, ചെസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സെൻറ്റൻസസ് തന്നെയാണ് അല്ലേ? നെക്സ്റ്റ് ചെസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കുകയും എൻ്റെ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടുകയും ചെയ്യണം. മദർ പറയാണ്, ഡോണ്ട് വെറി ചെസ്റ്റർ. ചെസ്റ്റർ, നീ വിഷമിക്കേണ്ട. ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്ക് നല്ലൊരു സീക്രട്ട് അറിയാം, ഒരു രഹസ്യം അറിയാം. ചെസ്റ്റർ ചോദിക്കുകയാണ്, എ സീക്രട്ട്? രഹസ്യമോ? വാട്ട് സീക്രട്ട് മദർ? അമ്മ എന്ത് രഹസ്യമാണത്? മദർ പറയാണ്, ഇറ്റ് ഈസ് ദി കിസ്സിങ് ഹാൻഡ്. അതൊരു കിസ്സിങ് ഹാൻഡാണ്. ഇറ്റ് വിൽ മേക്ക് യു ഹാപ്പി അറ്റ് സ്കൂൾ. അത് നിന്നെ സ്കൂളിൽ ഹാപ്പി ആക്കും. ഇത്രയുമാണ് നമ്മൾ കോൺവെർസേഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കോൺവെർസേഷൻ ഇഷ്ടമായാൽ നിങ്ങൾ കോൺവെർസേഷൻ എന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കണേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിലെ ഓഫീസ് സന്ദർശിച്ചു. ചെസ്റ്റർ ലുക്സ് എറൗണ്ട്. ചെസ്റ്റർ ചുറ്റും നോക്കി. ഹിയർ ഈസ് വാട്ട് ഹി സീസ്. ഇവിടെ അവൻ എന്താണ് കണ്ടതെന്ന് ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഇറ്റ്.
അത് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം, ചെസ്റ്റർ ലുക്സ് അറൗണ്ട് ദി സ്കൂൾ ഓഫീസ്. ചെസ്റ്റർ സ്കൂൾ ഓഫീസിൻ്റെ ചുറ്റും നോക്കി. ഹി സീസ് ദി ഹെഡ് മാസ്റ്റർ സിറ്റിംഗ് അറ്റ് എ ടേബിൾ. അവന് ഹെഡ് മാസ്റ്റർ ടേബിളിൻ്റെ അരികിൽ ഇരിക്കുന്നത് കണ്ടു. ആൻഡ് അനദർ ടീച്ചർ സ്റ്റാൻഡിങ് നിയർ ഹിം. അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് മറ്റൊരു അധ്യാപകൻ അവിടെ നിൽക്കുന്നുണ്ട്. ഹി ആൾസോ സീസ് 2 ടീച്ചേഴ്സ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദർ വർക്ക്. പിന്നെ അവന് 2 അധ്യാപകർ അവിടെ ഇരുന്ന് അവരുടെ ജോലികൾ ചെയ്യുന്നത് കണ്ടു. ദർ ഈസ് എ സ്കൂൾ ബോർഡ്, എ ക്ലോക്ക് ആൻഡ് എ കലണ്ടർ ഓൺ ദി വാൾ. ചുമരിൽ ആ സ്കൂൾ ബോർഡ്, സ്കൂളിൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡുണ്ട്, ഒരു ക്ലോക്ക് ഉണ്ട്, ഒരു കലണ്ടർ ഉണ്ട്. ഹി ക്യാൻ സീ എ ഫാൻ ഓൺ ദി സീലിംഗ്. അവൻക്ക് സീലിങ്ങിൽ ഒരു ഫാൻ കാണാം. ആൻഡ് എ ഡോർ ഇൻ ദി റൂം. ആ റൂമിനൊരു ഡോർ ഉണ്ട്. ദർ ആർ ടേബിൾസ്, ചെയർസ് ആൻഡ് ഡസ്റ്റ്ബിൻ ഇൻ ദി ഓഫീസ്. ഓഫീസിൽ മേശകളും കസേരകളും ഡസ്റ്റ്ബിന്നും ഉണ്ട്. ദ സ്കൂൾ ഓഫീസ് ലുക്സ് നീറ്റ് ആൻഡ് ബിസി. സ്കൂൾ ഓഫീസ് നല്ല വൃത്തിയുള്ളതും നല്ല തിരക്കുമുള്ളതായിട്ട് അവനക്ക് തോന്നി. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. ചെസ്റ്റർ കംസ് ടു ദി ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദി ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ് റൂമിലേക്ക് വന്ന് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. എൻ്റെ അധ്യാപകൻ വന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഷീ ആസ്ക്സ് ദി സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അങ്ങനെ അധ്യാപകൻ പറഞ്ഞു ഓരോ കുട്ടികളോടും അവരെ പരിചയപ്പെടുത്താൻ. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ്. ചെസ്റ്റർ എഴുന്നേറ്റ് നിന്നു. ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അവനെ പരിചയപ്പെടുത്തി. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇവിടെ അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുണ്ട്. മൈ സെൽഫ്, എന്നെക്കുറിച്ച്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ചെസ്റ്റർ റാക്കൂൺ. ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്. ഞാൻ കാട്ടിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ. എൻ്റെ അച്ഛൻ മിസ്റ്റർ റാക്കൂൺ ആണ്. മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ. എൻ്റെ അമ്മ ചെൽസ റാക്കൂൺ ആണ്. ഐ ലവ് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിനെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ പുതിയ കൂട്ടുകാരെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. മിസ്റ്റർ റാക്കൂണിൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടല്ലോ. സോ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദി ക്ലാസ്. നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക? യു മേ റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. താഴെ തന്നിട്ടുള്ള ഈ ഒരു സ്പേസിൽ എഴുതുക. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്. ഐ ആം റിയ. ഇവിടെ നിങ്ങളുടെ പേരാണ് നൽകേണ്ടത്. ഞാനിവിടെ റിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഐ ആം ഫ്രം, നിങ്ങളുടെ സ്ഥലം ഏത്? ഐ ആം ഫ്രം കാലിക്കറ്റ്. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. എവിടെയാണോ നിങ്ങളുടെ പ്ലേസ് അത് എഴുതി കൊടുക്കുക. മൈ ഫാദർ ഈസ്, ഫാദറിൻ്റെ പേര്. മൈ മദർ ഈസ്, അമ്മയുടെ പേര്. ദെൻ ഐ ലവ് മൈ പാരൻസ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കും, റീഡിങ്, പ്ലേയിങ്, ഡ്രോയിങ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഐ ലൈക്ക് എന്ന് എഴുതുന്നതിന് ശേഷം എഴുതുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഐ ലൈക്ക് റീഡിങ്, പ്ലേയിങ് ആൻഡ് ഡ്രോയിങ് എന്നാണ്. ദെൻ ഐ ആം ഹാപ്പി ടു ബി ഇൻ ദ ക്ലാസ്. ഞാൻ ഈ ക്ലാസ്സിലായതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. താങ്ക് യു. നെക്സ്റ്റ് 8ാമത്തെ ആക്ടിവിറ്റി ആണ്. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൽ എത്തിയപ്പോൾ ദേ ഹാപ്പൻ ടു സീ ദി നോട്ടീസ് ബോർഡ്. അങ്ങനെ അവരൊരു നോട്ടീസ് ബോർഡ് കാണുകയുണ്ടായി. ലെറ്റ്സ് റീഡ് ദി നോട്ടീസ്. നോട്ടീസ് വായിച്ച് നോക്കിക്കേ. കുറച്ച് ഡൂസും ഡോൺസും നൽകിയിട്ടുണ്ട്. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. സോ ആദ്യം നമുക്ക് ഡൂസ് വായിക്കാം. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അറ്റൻഡ് ദി ക്ലാസ് റെഗുലർലി. സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരണം. രണ്ടാമത്തേത് ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പിന്തുടരണം. കംപ്ലീറ്റ് ദി അസൈൻമെൻറ്റ്സ് ഇൻ ടൈം. അസൈൻമെൻറ്റ്സിനൊക്കെ തന്നിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണം. റീച്ച് ദി സ്കൂൾ ഇൻ ടൈം. സമയത്തിന് സ്കൂളിൽ വരണം. കീപ് ദി സ്കൂൾ ക്ലീൻ. സ്കൂൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇനി ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തത്. ഡോണ്ട് സ്കിപ്പ് ദി മോർണിംഗ് അസംബ്ലി. രാവിലത്തെ അസംബ്ലി ഒഴിവാക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അതായത്
നല്ലതല്ലാത്ത ലാംഗ്വേജ് ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിലെ സാധനങ്ങൾ നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദി സ്കൂൾ പ്രിമൈസസ്, ഈ സ്കൂളിൻ്റെ പരിസരം വൃത്തികേടാക്കരുത്. നമ്മളിവിടെ ചെസ്റ്റർ റാക്കൂണിൻ്റെ സ്കൂളിലെ ഡൂസും ഡോൺസും വായിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചർ ലീവ് ആണെന്ന്. റൈറ്റ് ഡൗൺ ദി ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ടീച്ചർ. നിങ്ങളുടെ ക്ലാസ്സിൽ പാലിക്കേണ്ട ഡൂസും ഡോൺസും എന്തൊക്കെയാണ്? നിങ്ങളുടെ ടീച്ചർ ലീവാണ്, സോ നിങ്ങളുടെ ടീച്ചറിൻ്റെ ആബ്സെൻസിൽ നിങ്ങൾ അവിടെയുള്ള കുട്ടികൾ സ്റ്റുഡൻസ് എന്തൊക്കെ പാലിച്ചിരിക്കണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. 2 പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. ഒന്ന് ഡൂസ് വായിരിക്കാം. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇനി ഒരു ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തത് നൽകിയിട്ടുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, മറ്റുള്ള ക്ലാസ്സസിനെ ബുദ്ധിമുട്ടാക്കരുത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറില്ലാതെ നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് മറ്റു ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടാവില്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എഴുതാം. ആദ്യം ഡൂസ് ആണ് വായിക്കുന്നത്, ചെയ്യാൻ പറ്റുന്നത്. ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ്, സിറ്റ് ക്വയറ്റ്ലി ഇൻ ദ ക്ലാസ്, ക്ലാസ് റൂമിൽ നിശബ്ദരായിട്ടിരിക്കുക. കംപ്ലീറ്റ് യുവർ ക്ലാസ് വർക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ് ഇഫ് നീഡഡ്, നിങ്ങളുടെ കൂട്ടുകാരെ അതായത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക. കീപ് ദി ക്ലാസ് റൂം ക്ലീൻ, ക്ലാസ് റൂം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഫോളോ ദി ക്ലാസ് ലീഡേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ക്ലാസ് ലീഡർ പറയുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ പിന്തുടരുക. അടുത്തത് ഡോൺസ് ആണ്, ചെയ്യാൻ പറ്റാത്തത്. ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഡോണ്ട് മേക്ക് നോയ്സ് ഇൻ ദി ക്ലാസ്, ക്ലാസ്സിൽ എന്താണ് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കരുത്. ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരുമായി അടി ഉണ്ടാക്കരുത്. ഡോണ്ട് റൺ ഇൻസൈഡ് ദി ക്ലാസ് റൂം, ക്ലാസ് റൂമിൻ്റെ ഉള്ളിലൂടെ ഓടരുത്. ഡോണ്ട് ത്രോ വേസ്റ്റ് ഓൺ ദി ഫ്ലോർ, നിലത്തേക്ക് വേസ്റ്റ് ഒന്നും എറിയരുത്. ഡോണ്ട് ഡാമേജ് ക്ലാസ് റൂം തിങ്സ്, ക്ലാസ് റൂമിലുള്ള കാര്യങ്ങളൊന്നും നശിപ്പിക്കരുത്. നെക്സ്റ്റ് 9ാമത്തെ ആക്ടിവിറ്റിയാണ് റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് നോട്ട് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. നിങ്ങൾക്ക് കഥയിൽ നിന്നുമുള്ള കുറച്ച് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അടിവരിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക എന്നാണ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. ഇവിടെ വിത്ത് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരുടെ കൂടെ എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ്, ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദി സ്വിങ്, ഇവിടെ ഓൺ ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടണം. ഇവിടെ ഊഞ്ഞാലയിൽ എന്നുള്ള അർത്ഥം വരാനാണ് ഓൺ ദ ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഇവിടെ ടു ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ട, സ്കൂളിലേക്ക് എന്ന അർത്ഥം വരാനാണ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ ഈ ഒരു കിസ് അവൻ്റെ കയ്യിൽ നിന്നും പടർന്നു പോകുന്നത് പോലെ തോന്നി. ഫ്രം ഹിസ് ഹാൻഡ്, ഫ്രം ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രം എന്ന് പറഞ്ഞാൽ ഫ്രം ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് എന്ന അർത്ഥം വരാനാണ് ഫ്രം ഉപയോഗിച്ചിട്ടുള്ളത്. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി, ഇതുപോലെയുള്ള സെൻറ്റൻസസ് കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. റൈറ്റ് ദം ഡൗൺ ബിലോ, എന്നിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഡാർക്ക് ലെറ്റേഴ്സ് നോക്കിക്കേ, വിത്ത് ആണല്ലേ ഡാർക്കായിട്ട് എഴുതിയിട്ടുള്ളത്, അതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, വിത്ത് എന്ന്. ഇവിടെ വിത്തിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളോടൊപ്പം എന്നാണ്. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം എന്നാണ്. നിങ്ങളോട് ഒപ്പം എന്നുള്ള അർത്ഥം കിട്ടാനാണ് വിത്ത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദി ഹാൻഡ്, മിസ് റാക്കൂണ് ചെസ്റ്ററിനെ കൈ കൊണ്ടെടുത്തു. ബൈ എന്നുള്ള വേർഡാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ബൈ ദി ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് എന്നാണ്. ചെസ്റ്ററിനെ എങ്ങനെയാണ് എടുത്തത്? കൈ കൊണ്ട്. ആ കൊണ്ട് എന്നുള്ള അർത്ഥം വരാനാണ് ബൈ ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തത്, ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് അപ്പ് ഹിസ് ആം,
അമ്മയുടെ ചുംബനം അവൻ്റെ കയ്യിൽ നിന്ന് കൈമുകളിലേക്ക് കയറുന്നത് പോലെ പടരുന്നത് പോലെ അവൻക്ക് തോന്നി. ഇവിടെ അപ്പ് എന്നുള്ള വേർഡാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അപ്പ് എൻ്റെ മീനിങ് വരുന്നത് മുകളിലേക്ക് എന്നാണ്, കൈ മുകളിലേക്ക് എന്നാണ്. നാലാമത്തത് ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്. നിന്റെ കൈ നിന്റെ കവിളിലേക്ക് ചേർത്ത് അമർത്തു എന്നാണ്. സോ ഇവിടെ ടു എന്നുള്ള വാക്കാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ടു യുവർ ചീക്ക് എന്ന് പറഞ്ഞാൽ കവിളിലേക്ക് എന്ന അർത്ഥമാണ്. രണ്ടാമത്തത് ദ കിസ് വിൽ ജമ്പ് ടു യുവർ ഫേസ്. ഇവിടെ ടു ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഈ ഒരു കിസ് നിന്റെ മുഖത്തേക്ക് ചാടും. മുഖത്തിലേക്ക് എന്ന അർത്ഥം വരാണ് ടു ചേർത്തിട്ടുള്ളത്. അടുത്തത് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ. ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്നു. ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ മുന്നിൽ എന്ന അർത്ഥമാണ് വരുന്നത്. അടുത്തത് ഏഴാമത്തത് ചെസ്റ്റർ സ്കാമ്പേർഡ് അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ദി സ്കൂൾ. ചെസ്റ്റർ ഒരു മരക്കൊമ്പിലൂടെ വേഗം ഓടി സ്കൂളിൻ്റെ അകത്ത് കയറി. ഇൻറ്റു എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്നാണ്. ഇൻറ്റു ദി സ്കൂൾ, സ്കൂളിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റിയാണ്. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ചെസ്റ്റർ റാക്കൂണും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള സംഭാഷണം നൽകിയിട്ടുണ്ട്. റീഡ് ആൻഡ് സപ്ലൈ ദി മിസ്സിംഗ് വേർഡ്സ്. ഇവിടെ വിട്ടുപോയ വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാക്കറ്റിൽ നൽകിയിട്ടുണ്ട് വിത്ത്, ടു, ഫ്രം, ഇൻ ആണ് ചേർക്കേണ്ടത്. നമുക്ക് കോൺവെർസേഷൻ വായിക്കാം. ടീച്ചർ പറയാണ്, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. നിന്റെ പേര് പറയാമോ എന്നാണ്. ചെസ്റ്റർ പറയാണ്, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ടീച്ചർ പറയാണ്, വേർ ആർ യു ഫ്രം. നീ എവിടെ നിന്നാണ്. ചെസ്റ്റർ, ഐ ആം ഡീഷ് ദി ഫോറസ്റ്റ്. ഞാൻ കാട്ടിൽ നിന്നാണ് നല്ല വേണ്ടത്. സോ നിങ്ങൾ അവിടെ എഴുതേണ്ടത് ഐ ആം ഫ്രം ദി ഫോറസ്റ്റ് എന്നാണ്, കാട്ടിൽ നിന്ന്. അടുത്തത് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അത് നല്ലൊരു സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡേഷ് ദ ഫോറസ്റ്റ്. നീ കാട്ടിൽ നിന്ന് എന്ത് ചെയ്യാനാണ് ഇഷ്ടം. നമുക്ക് കാട്ടിൽ എന്ന അർത്ഥമാണ്. കാട്ടിൽ നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം. കാട്ടിൽ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ഇന്നാണ്. ഇൻ ദ ഫോറസ്റ്റ് എന്നാണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദി ഷെയ്ഡ് ഓഫ് ട്രീസ്. മരത്തിൻ്റെ നിഴലിൽ എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ ഇഷ്ടമാണ്. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. അത് വളരെ രസകരമായിരിക്കും. വിച്ച് ഗെയിം ഡു യു ലൈക്ക് മോസ്റ്റ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണ്. ചെസ്റ്റർ പറയാണ്, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡേഷ് മൈ ഫ്രണ്ട്സ്. എനിക്ക് കൂട്ടുകാരുമൊത്ത് ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുപൊത്ത് കളിക്കാൻ ഇഷ്ടമാണ്. കൂട്ടുകാരോടുമൊത്ത് എന്നാണ് വേണ്ടത്, കൂട്ടുകാരോടൊപ്പം എന്ന അർത്ഥമാണ് വേണ്ടത്. അതിന് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാണ്, എൻ്റെ കൂട്ടുകാരുടെ കൂടെ. ഇനി ടീച്ചർ പറയാം, ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലതാണ്. ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ഡേഷ് യുവർ ഹൗസ്. നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് എന്ന അർത്ഥം വരാനാണ്. സോ ടു ആണ്. വെൻ വിൽ യു ഗോ ടു യുവർ സ്കൂൾ എന്നാണ് എഴുതേണ്ടത്. ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ടീച്ചർ, ഓക്കെ താങ്ക്സ്. ഓക്കെ നന്ദി. വി വിൽ മീറ്റ് അഗെയിൻ. നമുക്ക് വീണ്ടും കാണാം. സോ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണത്. അടുത്തത് ആക്ടിവിറ്റി 11 ആണ്. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനു. ഐനുവിൻ്റെ ഡയറിയാണ് നൽകിയിട്ടുള്ളത്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. അവിടെ കുറച്ച് തെറ്റുകളുണ്ട്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. വായിച്ചിട്ട് തെറ്റ് കണ്ടെത്താനാണ്. നമുക്കിവിടെ വായിച്ച് നോക്കാം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് സ്റ്റോറിൽ പോയി എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ 2 തെറ്റുണ്ട്. ഐ തെറ്റാണ്, വിത്തും തെറ്റാണ്. ഐ എന്താണ്? ഐ വെൻറ്റ്, ഞാൻ പോയി. അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ ഐ സ്മോൾ ലെറ്റർ ആണ്. നമ്മൾ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റലിൽ തുടങ്ങണം. ഐ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. ഇനി വിത്ത് എ സ്റ്റോർ, സ്റ്റോറിലേക്ക് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ സ്റ്റോറിലേക്ക് പോയി എന്നാണ് വേണ്ടത്. അതപ്പോൾ ടു എ സ്റ്റോർ എന്നാണ്. ഐ വെൻറ്റ് ടു എ സ്റ്റോർ എന്നാണ് വരിക. ഈ 2 തിരുത്തുകളും നിങ്ങൾ അവിടെ കൊടുക്കുക. ഐ ക്യാപിറ്റൽ ആണ്, വിത്ത് എ സ്റ്റോർ അല്ല, ടു എ സ്റ്റോർ എന്നാണ്. സെക്കൻഡ് സെൻറ്റൻസ് വായിക്കാം. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദി ഷെൽഫ് ആൻഡ് ഡിസൈഡ് ടു ബൈ ഇറ്റ്. ഞാൻ ഷെൽഫിൽ ഒരു വലിയ ഓറഞ്ച് കണ്ടു, എന്നിട്ട്
എന്നിട്ട് അത് വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ്. ഇവിടെ ഷെൽഫിന്മേൽ കണ്ടു എന്നാണ് അല്ലേ? ഷെൽഫിന്മേൽ ഓറഞ്ച് കണ്ടു, ഒരു വലിയൊരു ഓറഞ്ച് കണ്ടു. സോ നമുക്ക് ഷെൽഫിന്മേൽ എന്ന അർത്ഥമാണ് വേണ്ടത്. സോ നമ്മളവിടെ ഓൺ ദ ഷെൽഫ് എന്നാണ് എഴുതുക. ഇനി അടുത്ത സെൻറ്റൻസ്, ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. ആ സ്റ്റോറിൽ വെച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഇവിടെ അറ്റ് ദി സ്റ്റോർ എന്നാണ് വരിക. ഓക്കെ, അറ്റാണ് അവിടെ കൊടുക്കേണ്ടത്, സ്റ്റോറിൽ വെച്ച്. ഓക്കെ, അടുത്തത്, മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദി പാർക്ക്. മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ, അവിടെ മൈ എം സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ് സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്നെ ക്ഷണിച്ചു, എന്തിനാണ്? പാർക്കിലേക്ക് പോകാൻ. സോ അവിടെ ബൈ ദി പാർക്ക് അല്ല, ടു ദി പാർക്കാണ്, പാർക്കിലേക്ക്. ഓക്കെ, ഇനി അടുത്തത്, ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ. ഞാൻ അവളിൽ നിന്ന് വന്നു എന്നല്ല, ഞാൻ അവളോടൊപ്പം പോയി എന്നാണ് അല്ലേ? ഞാൻ പോയി അവളോടൊപ്പം. ഐ വെൻറ്റ് വിത്ത് ഹെർ എന്നാണ് എഴുതേണ്ടത്. വി സാറ്റ്, വി അവിടെ ഡബ്ല്യു സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. വി സാറ്റ് ഞങ്ങൾ ഇരുന്നു. അറ്റ് ദി ബെഞ്ച് അല്ല, ഓൺ ദി ബെഞ്ചാണ്, ബെഞ്ചിൻ്റെ മേല് ഞങ്ങൾ ഇരുന്നു. ഓൺ ദി ബെഞ്ചാണ് വരിക. ഇനി ആൻഡ് എയ്റ്റ് ദി ഓറഞ്ച് ടുഗദർ, എന്നിട്ട് ഒരുമിച്ച് ഓറഞ്ച് കഴിച്ചു. ഐ ത്രൂ, അവിടെ ഐ സ്മോൾ ലെറ്റർ ആണ്, ഐ ക്യാപിറ്റൽ എഴുതുക. ത്രൂ ഞാൻ എറിഞ്ഞു. ദി ഓറഞ്ച് പീൽ, ഓറഞ്ചിൻ്റെ തൊലി. വിത്ത് ദി ഗാർബേജ്, വിത്ത് ദി ഗാർബേജ് എന്ന് പറഞ്ഞാൽ ഗാർബേജ് വേസ്റ്റ് ബിന്നോടൊപ്പം എന്നാണ് അല്ലേ? നമുക്ക് വേണ്ടത് ഞാൻ ഗാർബേജിൽ എറിഞ്ഞു എന്നാണ്, ഗാർബേജിലേക്ക് എറിഞ്ഞു എന്നാണ്. സോ അവിടെ വരിക എന്താണ്? ഇൻ ദി ഗാർബേജ് ആണ്. ഞാൻ ഗാർബേജിൽ എറിഞ്ഞു, ഗാർബേജിലേക്ക് എറിഞ്ഞു എന്നുള്ളതിന് ഇൻ ദി ഗാർബേജ് ആണ് വരിക. സോ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ശരിയായ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 12 ആണ്. റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു 2. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. സ്റ്റോറിയിൽ നിന്ന് ഒരു സെൻറ്റൻസ് എടുത്ത് അത് രണ്ടായിട്ട് വേർതിരിക്കാനാണ്. ഒന്ന് ഉദാഹരണമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നമ്മുടെ കഥയിലെ ഒരു ലൈനാണ്, നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുകയും പുതിയ കളിപ്പാട്ടങ്ങളൊത്ത് കളിക്കുകയും ചെയ്യും എന്നാണ്. ഇത് രണ്ട് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാനാണ് അവിടെ നൽകിയിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, നീ പുതിയ കളിപ്പാട്ടങ്ങളൊത്ത് കളിക്കും. അവിടെ രണ്ട് സെൻറ്റൻസ് ആക്കി, ആൻഡിനെ ഒഴിവാക്കി രണ്ട് സെൻറ്റൻസ് ആക്കിയിട്ടാണ് എഴുതിയത്. അടുത്തത്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം. ആൻഡ് പിന്നെ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, പുതിയ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടാം. ഇതെങ്ങനെ എഴുതാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് എന്നൊരു സെൻറ്റൻസ്, പിന്നെ യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, അവൾ ചെസ്റ്ററിൻ്റെ കൈ എടുത്തു. ആൻഡ് കെയർഫുള്ളി വ്രാപ്പഡ് ഹിസ് ഫിംഗേഴ്സ്, അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ട് അവളുടെ കൈകൾ ഇങ്ങനെ പൊതിഞ്ഞു. ഇതിങ്ങനെ എഴുതാം. ആദ്യത്തെ സെൻറ്റൻസ് ആ ഏൻഡ് വരെ ഉള്ളതാണ് എഴുതേണ്ടത്. അതായത് ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, അവൾ ചെസ്റ്ററിൻ്റെ കൈ എടുത്തു. ഇനി അടുത്തത്, ഷീ കെയർഫുള്ളി വ്രാപ്പഡ് ഹിസ് ഫിംഗേഴ്സ്, അവൾ ശ്രദ്ധയോടുകൂടി അവൻ്റെ വിരലുകൾ വ്രാപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് താഴെ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആൻഡ്. സോ ആൻഡിനെ നമുക്ക് ഒഴിവാക്കിയെടുത്താൽ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റാക്കി രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാവുന്നതാണ്. ആൻഡ് വരെയാണ് ഒരു സെൻറ്റൻസ് വരിക, പിന്നെ ആൻഡിനെ ഒഴിവാക്കുക. എന്നിട്ട് ചിലപ്പോൾ അടുത്ത സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ചെറിയ മാറ്റം വരുത്താനുണ്ടാകും. നമുക്ക് ഈ പാസേജ് വായിക്കാം. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദി വുഡ്സ്. കാട്ടിൽ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള, ഒരു ജിജ്ഞാസയായിട്ടുള്ള ഒരു റാക്കൂൺ ജീവിച്ചിരുന്നു. ആൻഡ് ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, അതിന് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ഇത് ഒരു സെൻറ്റൻസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഫുൾ സ്റ്റോപ്പ് നോക്കിക്കേ, ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുമ്പോഴാണ് ഒരു സെൻറ്റൻസ്. നമുക്കിതിനെ സ്പ്ലിറ്റ് ആക്കണം. സോ ആൻഡ് വരുന്നത് എവിടെയാണ്? എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദി വുഡ്സ് ആൻഡ് എന്നാണല്ലേ. സോ നമുക്ക് ആ ആൻഡിൻ്റെ ഇപ്പുറം വരെ ഒരു സെൻറ്റൻസ് ആക്കാം. അതായത് എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദി വുഡ്സ്, കാട്ടിൽ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു റാക്കൂൺ ജീവിച്ചിരുന്നു, അതൊരു സെൻറ്റൻസ്. പിന്നെ
ഈ സെക്കൻഡ് സെൻറ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ആൻഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ആൻഡ് എന്ന് എഴുതരുത്, ആൻഡ് കഴിഞ്ഞിട്ടുള്ള വേർഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇറ്റ് ലൈക്ക്ഡ്, ഇഷ്ടപ്പെട്ടു. ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക. ആദ്യത്തെ സെൻറ്റൻസിനെ നമ്മൾ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ആക്കി. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ഒരു ദിവസം അതൊരു ഷൈനി, തിളങ്ങുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ കണ്ടു. ആൻഡ് അവിടെയാണല്ലേ തുടങ്ങുന്നത്. സോ അതുവരെ നമുക്കൊരു സെൻറ്റൻസ് ആക്കി എഴുതാം. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്, ഒരു ദിവസം അതൊരു തിളങ്ങുന്ന വസ്തു കണ്ടു. ആൻഡ് ഡിസൈഡഡ് എന്നല്ലേ, അവിടെ ആൻഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇറ്റ് ഡിസൈഡഡ് എന്നൊക്കെ, അത് തീരുമാനിച്ചു. ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ, അതിൻ്റെ സുഖകരമായിട്ടുള്ള ആ ഒരു കൂടിലേക്ക് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിച്ചു എന്ന് എഴുതാം. കോസി ഡെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമായിട്ടുള്ള ആ ഒരു ഒളിവിടം, കൂട്, അതിനാണ് കോസി ഡെൻ എന്ന് പറയുക. അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഇറ്റ് പ്ലേസ്ഡ് ദി ഒബ്ജക്റ്റ് ഓൺ ദി സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അവൻ അത് ഇലകളുടെ സോഫ്റ്റ് ആയിട്ട്, മൃദുലമായിട്ടുള്ള ഇലകൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ബെഡിൽ വെച്ചു. എന്നിട്ട് അതിനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിന്നു എന്നാണ്. സോ ഇതിനെ രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാം. ആദ്യത്തേത്, ഇറ്റ് പ്ലേസ്ഡ് ടു ദി ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് എന്ന് എഴുതാം. അത് നല്ല സോഫ്റ്റ് ബെഡ്, ഇലകളുടെ ഒരു സോഫ്റ്റ് ബെഡിൽ വെച്ചു. അടുത്ത സെൻറ്റൻസ് ആക്കിയിട്ട്, ഇറ്റ് സ്റ്റേഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അവനത്, അതായത് നമ്മുടെ റാക്കൂണ്, അതിനെ സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിന്നു, അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, ദി റാക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. റാക്കൂൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മി ഇതായി, എന്നിട്ട് അവന് ഒരു പുതിയൊരു കളിപ്പാട്ടത്തെ കണ്ടെത്തി. സോ ഇതിനെങ്ങനെ എഴുതാം? ദ റാക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ് ഒരു സെൻറ്റൻസ്, ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ് രണ്ടാമത്തെ സെൻറ്റൻസ്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ സെൻറ്റൻസും സ്പ്ലിറ്റാക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുക. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇതൊരു ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, 13. ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്? നമുക്ക് വാക്കുകളുമൊത്ത് കളിച്ചാലോ? ലാസ്റ്റത്തെ ആക്ടിവിറ്റി ഒരു ഗെയിമാണ്. കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദി ക്ലൂസ് ഗിവൺ ബിലോ. താഴെ ഒരു പസിൽ നൽകിയിട്ടുണ്ട്. ഈ ക്ലൂസ് ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്തി എഴുതുക. അക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എന്നതാണ്. അതെന്താണ്? 5 ലെറ്റേഴ്സ് ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് സ്വിങ് ആണ്, ഊഞ്ഞാലയാണ്. SWING 5 ലെറ്റേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾ ഒന്നിൻ്റെ നേരെ ആയിട്ട് സ്വിങ് എന്ന് എഴുതി കൊടുക്കും. ഇനി 5 എന്ന് പറഞ്ഞ് ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ചെറിയ ചുവടുകളോട് കൂടിയിട്ട് ഓടുക. അത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. സ്കാമ്പർ, 5ൻ്റെ നേരെ സ്കാമ്പർ എന്ന് എഴുതി കൊടുക്കുക. 5 എന്ന നമ്പർ ഇട്ടത് കൊണ്ട് 5ൻ്റെ നേരെ ആയിട്ടാണ് എഴുതേണ്ടത്. അടുത്തത് A, ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീങ്. ഒരു സുഖകരമായിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കുക എന്നതാണ്. അത് കോസി ആണ്. സോ നിങ്ങൾ അവിടെ കോസി എന്ന് എഴുതി കൊടുക്കുക. ഇപ്പോൾ നേരെയുള്ളതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞ് ഇനി താഴേക്കുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത്. അവിടെ രണ്ടാമത്തെ നോക്കുക, 2 എന്ന എഴുതിയിൽ താഴേക്ക് ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ കവർ ചെയ്യുക, പൊതിയുക. അതിന് റാപ്പ് എന്നാണ് പറയുക. W ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മളവിടെ RAP എന്നാണ് 2ൻ്റെ താഴെ എഴുതേണ്ടത്. ഇതുപോലെ താഴേക്കാണ് എഴുതേണ്ടത്. അടുത്തത് 3 എന്ന നമ്പർ ഇട്ടിട്ടുണ്ട്. അവിടെ റാപ്പ് സംതിങ് ജെന്റ്ലി വിത്ത് ദി നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. ഒരു അഫെക്ഷൻ, ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് കൊണ്ട് നല്ല പതുക്കെ സ്നേഹത്തോടെ ഒരുതുക എന്നതാണ്. അത് നമ്മുടെ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. മിസ് റാക്കൂൺ, അവൻ്റെ അമ്മ നമ്മുടെ ചെസ്റ്റർ റാക്കൂണിനോട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത്. അതിന് നെസിൽ എന്നാണ് പറയുക. ഇത് നമ്മൾ 3ൻ്റെ താഴേക്കാണ് എഴുതി കൊടുക്കേണ്ടത്. Nഉം Eയും അവിടെയുണ്ട്. സോ എഴുതേണ്ടത് UZZL എന്നാണ്. നാലാമത്തത് ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ എന്നാണ്. അതായത് നമ്മൾ ഒരു പേടിക്കുക എന്നാണ്. ഇതിന് സ്കെയറി എന്നാണ് പറയുക. 4 C അവിടെയുണ്ട്. സോ നിങ്ങൾ അവിടെ എഴുതേണ്ടത് S ആണ്. പിന്നെ ARYയും അവിടെയുണ്ട്.
ഇനി ആറാമത്തത് ലാസ്റ്റ് ആണ്. എൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വസ്തു എന്താണ്? ടോയ് ആണ് അല്ലേ? ഓ അവിടെയുണ്ട്, ടീയും വൈയും ചേർത്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് ലാസ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങളുടെ ഈ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, അതായത് പുതിയ വാക്കുകൾ, ന്യൂ വേർഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു പസിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ മുഴുവൻ ആക്ടിവിറ്റീസും ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസിൽ ഏത് ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് കൂടി നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കുക. സോ ദാറ്റ്സ് ഓൾ.